നമസ്കാരം. 2025 പുതുവർഷം പിറക്കുമ്പോൾ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ ശത്രുശല്യമൊക്കെ മാറി രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവരാരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയിരുന്ന ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെങ്കിൽ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കുറിക്കാൻ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാട നക്ഷത്രമാണ്. ഉത്രാടംകാരെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകളായിട്ട് ശത്രുശല്യം കൊണ്ട് വലയുന്നൊരവസ്ഥയ്ക്ക് എവിടെ തിരിഞ്ഞാലും ശത്രുക്കൾ, ബന്ധുക്കൾ തന്നെ ശത്രുക്കൾ, നമ്മുടെ ഒരു വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഇടയിൽ കിടക്കുന്ന ഒരു ആൾക്കാരായിരിക്കും ഉത്രാടംകാര്. അപ്പോൾ അവർക്കൊക്കെ ദേവിയുടെ അനുഗ്രഹത്താൽ ഈ വർഷം, ഈ 2025 ഉയർന്നു വരാൻ സാധിക്കും. നമ്മുടെ കഷ്ടപ്പാടും ദൈവവും കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചു വരാൻ ദേവി അനുഗ്രഹത്താൽ ഈ 2025 പുതുവർഷം പിറക്കുമ്പോൾ ഉത്രാടംകാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. ഒരുപാട് പ്രാക്കും വിളിയും കണ്ണീരും ഒക്കെ കൊണ്ട് നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരു വർഷങ്ങളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ, നമുക്കാണെങ്കിൽ മനപ്രയാസങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവം എല്ലാം നന്നാക്കും, നേരെയാകും എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ. എന്ത് നല്ല കാര്യം സംഭവിച്ചാലും അതിന്റെ പുറകെ ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് തിരുവാതിരക്കാര്. അവർക്കെല്ലാം ഈ 2025 ദേവിയുടെ അനുഗ്രഹത്താൽ ശത്രുക്കളെ ഒരു അസൂയയോടെ നോക്കുന്ന അത്ര ഉയരത്തിലെത്താൻ പറ്റുമെന്നാണ് ഈ 2025 നക്ഷത്രഫലം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രമാണ്. വിശാഖക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിൽ തന്നെ ശത്രുക്കൾ നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളെ താഴ്ചയിലേക്ക് പറഞ്ഞു വിടുക, അതായത് നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ നടുവിൽ നിന്നായിരിക്കും വിശാഖം നാളുകാർ ജീവിക്കുന്നത്. അങ്ങനെ അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അവസാനിക്കാൻ പോകുകയാണ്. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ ശത്രുക്കളെ ഒക്കെ തോൽപ്പിച്ച് നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് ദൈവം നടത്തി തരുന്ന ഒരു വർഷം. ശത്രുക്കൾ എന്തൊക്കെ ചെയ്തോട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ കഴിയുന്ന ഒരു വർഷമാണ് 2025. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ്. ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത അത്രയും ശത്രുതയുള്ള മനുഷ്യരായിരിക്കും നമ്മുടെ ചുറ്റും. നമ്മൾ എങ്ങനെയെങ്കിലും നന്നാവാൻ നോക്കിയിരിക്കുവാണ്, നമ്മൾ നന്നാവുന്ന കാണരുത്, അങ്ങനെയുള്ള അത്രയ്ക്കും ശത്രുതാ മനോഭാവത്തോടെ ഉത്തരാടംകാർ എങ്ങനെയെങ്കിലും ഗതി പിടിക്കല്ലേ എന്ന് കാത്തിരിക്കുന്ന കുറെ ശത്രുക്കളുടെ വലയത്തിലായിരുന്നിരിക്കാം ഉത്തരാടംകാർ ഇത്രയും നാളുകൾ. പക്ഷേ ദേവിയുടെ അനുഗ്രഹത്താൽ, ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ 2025 പുതുവർഷം പിറക്കുമ്പോൾ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചെയ്യും. നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തും എന്നാണ് കാണുന്നത്. തീർച്ചയായും ഞാൻ ഈ പറയുന്ന നാളുകാർ ഉയർച്ചയിലേക്ക് എത്തും. ഇത്രയും നാൾ അനുഭവിച്ച ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ശത്രുശല്യം അനുഭവിച്ച വ്യക്തികളാണ്. അവർക്കെല്ലാം നല്ല നിലയിലേക്ക് എത്താൻ ദേവിയുടെ അനുഗ്രഹത്താൽ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ 2025 പുതുവർഷം. നക്ഷത്രം എന്ന് പറയുന്നത് പുണർദങ്കാരാണ്. പുറമേ ആണെങ്കിൽ ചുറ്റും ശത്രുക്കൾ, നമ്മുടെ ചുറ്റും നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ശത്രുക്കളുടെ ഒരു ശല്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പുറമെ എന്ത് സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ ഒന്ന് കരഞ്ഞു കിടക്കുന്ന അവസ്ഥ വരെ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും പുണർദ നക്ഷത്രക്കാർ. അതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരെ, ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർ പോലും നമ്മളെ ഒരു ശത്രുവായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയ നക്ഷത്രക്കാരാണ് പുണർദ നക്ഷത്രക്കാർ. അവർക്കും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മളെ ദ്രോഹിക്കുന്നവർക്കെല്ലാം ഒരു തിരിച്ചടി എന്ന പോലെ ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു വർഷമായിട്ടാണ് ഈ 2025 പുതുവർഷം നമ്മളെ കാത്തിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങളൊക്കെ കൊയ്യുമെങ്കിലും ആൾക്കാരിങ്ങനെ ചുറ്റിലും നോക്കി ഇങ്ങനെ കണ്ണേറ്, പ്രാക്ക്, അസൂയയോടെ നമ്മുടെ ശത്രുക്കൾ നോക്കി കാണുന്ന ഒരു വ്യക്തിയായിരിക്കും പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ എങ്ങനെയും തകർച്ചയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ബന്ധുക്കള്, സുഹൃത്തുക്കള്, അങ്ങനെയൊക്കെ ഒരു കരാവലയത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു വ്യക്തികളായിരിക്കും പൂയം നക്ഷത്രക്കാർ. അവർക്കും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ വിജയം കൈവരിക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഈ 2025. 100% നിങ്ങൾക്ക് ഈ 2025 അശ്വ, പുണർദം, പൂയം, വിശാഖം, തിരുവാതിര, തൃക്കേട്ട, ഉത്രാടം ഇത്രയും നക്ഷത്രക്കാർക്ക് വെച്ചടി ഉയർച്ച ഈ 2025 ദേവിയുടെ അനുഗ്രഹത്താൽ ലഭിക്കും എന്ന് ആണ് നമ്മുടെ ഈ നക്ഷത്ര ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓം നമഃ ശിവായ.